നമസ്കാരം. കേരളത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫിനുള്ളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലങ്ങിമറിയുകയാണ്. വല്ലാതെ കലുഷിതമായി മുന്നോട്ട് പോവുകയാണ്. വി ഡി സതീശൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം മുതൽ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒറ്റ നേതാവ് എന്നുള്ള നിലയിൽ അണികളിൽ പലരും ജനപിന്തുണ എന്നുള്ള രീതിയിൽ ഉയർത്തിക്കാണിച്ച് വലിയ ബഹളങ്ങളുണ്ടാക്കി വി ഡി സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തോടുള്ള അസ്വാരസ്യങ്ങളും കോൺഗ്രസിനുള്ളിൽ അണപൊട്ടി ഒഴുകി തുടങ്ങിയിരുന്നു. അണപൊട്ടിയല്ല, ആദ്യം പതുക്കെ ഒരു ചെറിയ ചെറിയ തുള്ളികളായി വീണ് ഇപ്പോൾ ഏതാണ്ട് അണപൊട്ടി പുറത്തേക്ക് ഒഴുകുന്ന ഒരു വലിയ പ്രളയം പോലെ അദ്ദേഹത്തോടുള്ള അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പുറത്തു വരുന്ന സാഹചര്യമാണ് കോൺഗ്രസിൽ നിലവിലുള്ളത്. അതിൻ്റെ തുടക്കം കെ എസ് യുവിൽ നിന്നാണ്. കെ എസ് യു പ്രസിഡന്റിനെ അലോഷിയ വി ഡി സതീശൻ കണ്ട ഭാവം നടിച്ചില്ല. ഗവൺമെൻറ് പ്ലീഡറെ നിയോഗിച്ച കാര്യത്തിൽ കെ എസ് യുവിന് അഭിപ്രായം പറയുവാൻ അധികാരമില്ല എന്നുള്ള രീതിയിൽ ആരാണ് കെ എസ് യു, എന്താണ് കെ എസ് യു എന്നുള്ള രീതിയിൽ സതീശൻ പ്രതികരിച്ചു. കോൺഗ്രസിലെ അഭിഭാഷക സംഘടന സതീശനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള നിരവധി ആക്രമണങ്ങൾ വി ഡി സതീശനെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന് നേരെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ അവാന്തര വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന സംഘടനകളുള്ള പോഷക സംഘടനകളെന്നൊക്കെ പറയില്ല, കോൺഗ്രസിൻ്റെ അഭിഭാഷക വിഭാഗമായാലും സ്റ്റുഡൻസ് യൂണിയൻ ആയാലും കേരള സ്റ്റുഡൻസ് യൂണിയൻ ആയാലും ഇവരെല്ലാം സതീശനെതിരെ ഔദ്യോഗികമായി തന്നെ പ്രസ്താവനകൾ ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്നാൽ ഈ സംഘടനകൾക്കുള്ളിലെല്ലാം തന്നെ സതീശനെ അനുകൂലിക്കുന്ന ഒരു ചെറുതോ വലുതോ ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. സംഘടനകൾ ഏതാണെന്നുള്ളത് അതിനനുസരിച്ച്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നാം, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം? ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രതികരണമാണോ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണമാണോ നാം ഈ കൺമുൻപിൽ കാണുന്നത്? ഒന്നുമല്ല. അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് തീരെ സഹിക്കാൻ പറ്റാത്ത കെ സി വേണുഗോപാൽ തന്ത്രപരമായി ഒരുക്കുന്ന സാഹചര്യങ്ങളും പ്രതികരണങ്ങളുമാണ് ഇതെല്ലാം എന്നുള്ളതാണ്. വി ഡി സതീശനെ ഏത് രീതിയിലും ആ കസേരയിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ ഈ വി ഡി സതീശൻ ഇത്രയും ഭൂരിപക്ഷം, അതായത് 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ, അതിൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് നിലകൊള്ളുമ്പോൾ, വി ഡി സതീശനെ, അതും ജനപിന്തുണ ഇത്രയും ഉണ്ട് എന്നുള്ള ഒരു പൊതുധാരണയുള്ള വി ഡി സതീശനെ പോലുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടുവാൻ കെ സി വേണുഗോപാലിന് സാധിക്കുമോ? പുഷ്പം പോലെ സാധിക്കും, അതിൻ്റെ സാഹചര്യങ്ങൾ ഒത്തുവന്നാൽ. അതിനുള്ള സാഹചര്യങ്ങളാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിൽ ഒരുക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. ഒരുപാട് വിശകലനങ്ങൾക്ക് ശേഷം എങ്ങനെ ഇത് സാധ്യമാകും? ഇപ്പോൾ ഈ ഒരുങ്ങി വരുന്ന വി ഡി സതീശന് നേരെ ഒരുക്കുന്ന പടകളെ കണ്ടു നോക്കൂ, ഒരുങ്ങി നിൽക്കുന്ന പടകളെ കണ്ടു നോക്കൂ. കെ എസ് യുവിലൊരു വിഭാഗം, ഈ കോൺഗ്രസിൻ്റെ അഭിഭാഷകരുടെ സംഘടനയിലൊരു വിഭാഗം, ജാതിമത സംഘടനകൾ, അത് സുകുമാരൻ നായരെ പോലുള്ളവർ എൻ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന്, ലത്തീൻ കത്തോലിക്ക സഭയിൽ പലരും വി ഡി സതീശനോട് അത്ര രസത്തിലല്ല. സമവായം നടത്തുവാനായി അവരുടെ അരമന നിരങ്ങിയെങ്കിലും, വി ഡി സതീശൻ നേരിട്ട് പോയി തന്നെ നിരങ്ങിയെങ്കിലും അവരത്ര രസത്തിലല്ല വി ഡി സതീശനുമായി, അവരുടെ ഒരു സാന്നിധ്യം. ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഡൽഹിയിൽ കൊണ്ട് ഹൈക്കമാൻഡിൻ്റെ മുൻപിൽ കെ സി വേണുഗോപാൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കരുതുക. പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ പിള്ളേർ തന്നെ അയാൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു തുടങ്ങി. തന്നെയുമല്ല, പ്രധാനപ്പെട്ട സഭകളും ജാതി സംഘടനകളും എല്ലാം അയാൾക്കെതിരാണ്. അതുകൊണ്ട് അയാളെ മാറ്റിയേ മതിയാകൂ, അല്ലെങ്കിൽ കോൺഗ്രസ് തകർന്നടിയും എന്നുള്ളൊരു മുന്നറിയിപ്പ് കെ സിക്ക് അവിടെ കൃത്യമായി അവർക്ക് ബോധ്യമാകുന്ന തരത്തിൽ നൽകുവാൻ സാധിച്ചാൽ വി ഡി സതീശൻ്റെ കസേര തെറിക്കുന്നത് വളരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയായിരിക്കും. അത്തരത്തിലുള്ളൊരു പണി ദീർഘകാലം ക്ഷമയോടെ കാത്തിരുന്ന ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യയ്ക്ക് കർണാടകയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡി കെയും കെ സിയും തമ്മിലുള്ളൊരു വ്യത്യാസം, ഡി കെ അടിസ്ഥാനപരമായിട്ട് തെറ്റോ ശരിയോ ആകട്ടെ, വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് കോൺഗ്രസിൻ്റെ ആമാശയങ്ങളും തെറ്റോ ശരിയോ ആകട്ടെ, പക്ഷേ ഡി കെ ശിവകുമാർ ആ ആശയത്തോടും ആമാശയങ്ങളോടും വിശ്വാസ്യത പുലർത്തിയിരുന്നു. അദ്ദേഹത്തിനെ പലതവണ സിദ്ധരാമയ്യയുടെ ക്യാമ്പ് അപമാനിച്ചെങ്കിൽ പോലും. പക്ഷേ ആ ഒരു വിശ്വാസ്യതയൊന്നും കെ സി വേണുഗോപാലിനില്ല. കെ സി വേണുഗോപാലിന് പക്ഷേ ഉള്ളത് പാർട്ടിയിലെ തന്നെ എം എൽ എമാരുടെ മൃഗീയ ഭൂരിപക്ഷത്തിലുള്ള പിന്തുണയാണ്. ആ പിന്തുണ കെ സി വേണുഗോപാലിൻ്റെ തുറുപ്പ് ചീട്ടായി മാറും ഹൈക്കമാൻഡിന് മുൻപിൽ. കാരണം ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസ് ഭരണത്തിലുള്ളൂ. അതിൽ തന്നെ ഒന്നിൽ ഇത്ര നിസ്സാരമായിട്ടുള്ളൊരു കാരണത്തിൽ ഭരണം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ
അല്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നാൽ അത് കോൺഗ്രസ്സിനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതമൊട്ടാകെ ഇന്ത്യ മുന്നണി എന്നൊരു തട്ടിക്കൂട്ട് സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോയിരുന്ന കോൺഗ്രസ്സിനെ ഇന്ത്യ മുന്നണിയിലെ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൈവിട്ട് മുഖത്ത് കാറി തുപ്പി ചവിട്ടി പുറത്താക്കി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ കേരളത്തിൽ അത്തരത്തിലൊരു റിസ്ക് എടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ഒരു സ്വാഭാവികമായി തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുവരുവാൻ കെ സി വേണുഗോപാലിന് സാധിച്ചാൽ വി ഡി സതീശൻ്റെ കസേര തെറിക്കും. പക്ഷേ വി ഡി സതീശൻ ആള് ബുദ്ധിമാനാണോ എന്നെനിക്കറിയില്ല. സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഈഗോ വെച്ച് പുലർത്തുന്ന ഒരാളാണ്. വലിയ ഈഗോ വെച്ച് പുലർത്തുന്ന ഒരാളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. പ്രേക്ഷകർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ അത്തരത്തിലൊരു ഈഗോ വെച്ച് പുലർത്തുന്ന അഹംബോധവും അഹംഭാവവും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വി ഡി സതീശൻ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ, അല്ലെങ്കിൽ അത്തരം സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടാൽ, ബലമായി എത്തപ്പെട്ടാൽ, അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടുവന്ന അത്തരം ഒരു സാഹചര്യത്തിൻ്റെ വാതായനങ്ങളുടെ മുമ്പിൽ നിർത്തപ്പെട്ടാൽ ഒരു യുദ്ധം ചെയ്യാതെ, ഒരു ഫൈറ്റ് ഇല്ലാതെ വിട്ടുകൊടുക്കില്ല മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിനുള്ള ഏക അഡ്വാൻറ്റേജ് ഈ കാര്യത്തിൽ MLA-മാരുടെ എണ്ണത്തിൽ അദ്ദേഹത്തിനാണ് പിന്തുണ കൂടുതൽ. ജനസമ്മതി തനിക്കാണ് എന്ന സതീശൻ കാലാകാലത്ത് പല ചിത്രങ്ങൾക്ക് ലഭിച്ച ലൈക്കും ഷെയറും ഒക്കെ കാണിച്ച് പറയാറുണ്ട്. അല്ലെങ്കിൽ സതീശൻ്റെ ഫാൻ ക്ലബ്ബ് പറയാറുണ്ട്, അല്ലെങ്കിൽ PR ഏജൻസി പറയാറുണ്ട്. ആ ജനപ്രീതിയുടെ വാസ്തവികതയും ഇത്തരത്തിലൊരു പടിയിറക്കം സതീശനുണ്ടായാൽ അന്ന് തെളിയിക്കപ്പെടും. കാരണം ജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയാൽ ഈ തീരുമാനം പുനഃപരിശോധിക്കാൻ ഹൈക്കമാൻഡ് നിർബന്ധിതരാകും. ഈ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത് തന്നെ അത്തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ്റെ ഫലം കൂടിയായിട്ടാണ്. അപ്പോൾ എന്തായാലും കെ സി വേണുഗോപാലും വി ഡി സതീശനും തമ്മിലുള്ള യുദ്ധം നാൾക്ക് നാൾ നേർക്കുനേരായി വരുന്നതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി അറിയേണ്ടത് DK ശിവകുമാറിന് കർണാടകയിൽ ലഭിച്ച സ്ഥാനം പോലെ, അല്ലെങ്കിൽ DK ശിവകുമാർ സിദ്ധരാമയ്യക്കിട്ട് കർണാടകയിൽ പണിഞ്ഞ പണി പോലെ വി ഡി സതീശൻ്റെ കയ്യിൽ നിന്ന് ആ സ്ഥാനം കെ സി വേണുഗോപാലിന് ലഭിക്കുമോ? അതിനുവേണ്ടി കെ സി വേണുഗോപാൽ വി ഡി സതീശനെ സിദ്ധരാമയ്യയുടെ പരുവത്തിലാക്കുമോ? അത്രമാത്രമാണ് ഇനി അറിയുവാനുള്ളത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമായി ആ ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതിനനുസരിച്ച് നമുക്ക് പുതിയ വിശകലനങ്ങളുമായി, ആ വിഷയത്തിലെ പുതിയ വിശകലനങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.